മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നതിൽ റിപ്പോർട്ട് തേടി പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് സെക്രട്ടറിയോടാണ് മന്ത്രി റിപ്പോർട്ട് തേടിയത്. ദേശീയപാത അധികൃതരുമായി ആശയവിനിമയം നടത്താനും നിർദ്ദേശം നൽകി. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രി. വലിയ അനാസ്ഥയുണ്ടായി എന്നുള്ളത് പ്രത്യക്ഷത്തിൽ വ്യക്തമായ സാഹചര്യമാണല്ലോ കൂരിയാട്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ പാർവതി, കൂരിയാട് ദേശീയപാത ഭാഗികമായി തകർന്നു വീണ സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് സെക്രട്ടറിയോട് അടിയന്തരമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കാനുള്ള കാരണമെന്ന് പരിശോധിക്കണം. ഒന്ന്, ഇതിൻ്റെ സുരക്ഷ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള അധികാരം അത് പൊതുമരാമത്ത് എഞ്ചിനീയർമാർക്കാണ്. ഈ സാഹചര്യത്തിലാണ് അങ്ങനെ വിശദമായ ഒരു റിപ്പോർട്ട് തന്നെ പൊതുമരാമത്ത് സെക്രട്ടറിയിൽ നിന്ന് തേടിയത്. അത് പൊതുമരാമത്ത് സെക്രട്ടറി ദേശീയപാത അധികൃതരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വേണം റിപ്പോർട്ട് തയ്യാറാക്കാൻ. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അറിയിക്കുന്നത്. നേരത്തെ ഷിരൂരിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാഹചര്യം എന്താണെന്ന് വിലയിരുത്തണം, അതിൻ്റെ സുരക്ഷിതത്വം കൃത്യമായി പരിശോധിക്കണം എന്നടക്കം പൊതുമരാമത്ത് വകുപ്പ് അത് ദേശീയപാത അതോറിറ്റിക്ക് കത്തായി നൽകിയിരുന്നു എന്നാണ് ഇപ്പോൾ ഉയർത്തുന്നത്. ഏതായാലും വലിയ അപകടം, അത് വിവിധയിടങ്ങളിൽ ഇങ്ങനെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പൊതുമരാമത്ത് സെക്രട്ടറിയോട് ദേശീയപാത അധികൃതരുമായി സംസാരിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.